വെൽക്കം ടു മനോരമ ഹൊറൈസൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിനെ ആ ലൈൻ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെൻട്രോയിഡ് എന്താന്ന് പഠിക്കുന്നുണ്ട്, മീഡിയൻ എന്താന്ന് പഠിക്കുന്നുണ്ട്, മീഡിയൻ ആൻഡ് സെൻട്രോയിഡ് എന്താന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായി ട്രയാങ്കിളിന് പുറത്തൊരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ എങ്ങനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കിയേ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ കുറച്ച് സൈഡ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എ പി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. എ പി ഈ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പി ബി 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? പി ക്യു എന്ന് പറയുന്ന ഈ ലൈൻ ബി സിക്ക് പാരലാണ് തന്നിട്ടുണ്ട്. പി ക്യു പാരലൽ ടു ബി സി തന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എ ക്യു ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എ ക്യു ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ലെന്ത് ക്യു സി എന്ന് പറയുന്ന ഈ ലെന്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്തൊക്കെയാണ്? എ പി 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, പി ബി 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, പി ക്യു പാരലൽ ടു ബി സി ആണ്, എ ക്യു 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഒരു ലൈനിന് പാരലായിട്ട് ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈന് ബാക്കി രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമെന്നറിയാം. അതായത് ഇവിടെ എ പി ബൈ പി ബി എന്താണ്? എ പി ബൈ പി ബി എന്തായിരിക്കും? 2/4 അല്ലേ? അപ്പൊ ആ പി ക്യു എന്ന് പറയുന്ന ഈ ലൈൻ എ ബി എന്ന് പറയുന്ന സൈഡിനെ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? എ പി ഈസ് ടു പി ബി ഏത് റേഷ്യോ ആണ്? 2:4. അഥവാ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 1:2. എ പി ഈസ് ടു പി ബി. അതായത് എ ബി എന്ന് പറയുന്ന സൈഡിനെ പി എന്ന് പറയുന്ന ഈ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാണ്? 1:2 അല്ലേ? ആ സെയിം റേഷ്യോ തന്നെ ആയിരിക്കും അല്ലേ എ സി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ, എ സി എന്ന് പറയുന്ന ഒരു സൈഡിനെ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം എന്താ? ബി സി പാരലൽ ടു പി ക്യു ആണ്. ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ബി സി ആ സൈഡിന് പാരലാണ് ആ വരച്ചിരിക്കുന്ന പി ക്യു എന്ന് പറയുന്ന ലൈൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ക്യു ബൈ ക്യു സി എന്ന് പറയുന്നതും 1/2 തന്നെ ആകണ്ടേ? അല്ലെ? 1:2 അല്ലേ? 1/2 തന്നെ ആകണ്ടേ? അതെ, ആകണം. അപ്പൊ എ ക്യു എത്രയാണ് നമുക്കറിയാം? എ ക്യു എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പം 3/QC എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യു സി എത്രയാണ്? ക്യു സി ഈസ് ഈക്വൽ ടു 2 × 3 ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ക്യു സി 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായോ? അതായത് ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ട്രയാങ്കിളിനുള്ളിൽ ഒരു ലൈൻ പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ ആ ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് സൈഡ്സിനെയും ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. അതായത് ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ് കട്ട്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ തന്നെ പി ക്യു എന്ന് പറയുന്ന എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, അതിൽ ബി സിക്ക് പാരലായിട്ട് ട്രയാങ്കിളിന് അകത്തൊരു ലൈൻ ഉണ്ടെങ്കിൽ അതാണ് പി ക്യു. അങ്ങനെ ലൈൻ ഉണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ബി സിക്ക് പാരലായിട്ട് ട്രയാങ്കിളിനകത്തൊരു ലൈൻ ഉണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് സൈഡിനെയും എ സിയെയും ഈ പി ക്യു ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് എ പി ബൈ പി ബി എന്ന് പറയുന്നതും എ ക്യു ബൈ ക്യു സി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി ആയിരിക്കും. മനസ്സിലായോ? ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ് കട്ട്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ഈ ഒരു കോൺസെപ്റ്റ് പിടികിട്ടിയോ? ഒരു ട്രയാങ്കിളില് ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ ട്രയാങ്കിളിലെ ബാക്കി രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ചാണേലും ഇതുപോലെ തന്നെ, ഏത് സൈഡിൽ എടുത്താലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഈ എ ബി സി എന്ന് പറയുന്ന ഒരു
ട്രയാങ്കിൾ. അതിൻ്റെ എ സി എന്ന് പറയുന്ന സൈഡിന് പാരലൽ ആയിട്ടാണ് പി ക്യു എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിലും ഇതേ സെയിം തന്നെയാണ്. ഇവിടെ എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു ബി ക്യു ബൈ ക്യു സി ആയിരിക്കും. ഇവിടെ ആ സൈഡിനനുസരിച്ച് മാറും. അപ്പോൾ ഏത് സൈഡിനൊരു പാരലായിട്ട് ട്രയാങ്കിളിനകത്ത് ഒരു ലൈൻ ഉണ്ടെങ്കിലും ആ ലൈൻ ട്രയാങ്കിളിനെ മറ്റു രണ്ട് സൈഡിനെ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെ നോക്കിയേ, ഇവിടെ ബി പി ബൈ പി എ ഈസ് ഈക്വൽ ടു ബി ക്യു ബൈ ക്യു സി ആയിരിക്കും. ഇവിടെ മനസ്സിലായല്ലോ? ട്രയാങ്കിളിന് ഒരു സൈഡിന് പാരലായിട്ട് ട്രയാങ്കിളിനകത്ത് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ ബാക്കി രണ്ട് സൈഡിനെയും ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്ന് നോക്കിയേ. ഇവിടെ എന്താണ്? ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സൈഡ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എ പി 4 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. എ പി ഇത് 4 സെന്റിമീറ്റർ ആണ്. പി ബി 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ പി ബി എന്ന് പറയുന്ന ഈ സൈഡ് 12 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? എ ക്യു 3 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. എ ക്യു 3 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ക്യു സി 9 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? പി ക്യു പാരലൽ ടു ബി സി ആണോ എന്ന്. അതായത് പി ക്യു എന്ന് പറയുന്ന ഈ ലൈൻ ബി സിക്ക് പാരലൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാരലൽ ആണ് എന്താ കണ്ടീഷൻ? പി ക്യു എന്ന് പറയുന്ന ലൈൻ ബി സിക്ക് പാരലൽ ആവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡ്സിന്റെ പി ക്യു എന്ന് പറയുന്ന ലൈൻ ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് സൈഡ്സ് ആയ എ ബിയെയും എ സിയെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. എന്നാലേ ഈ പി ക്യു എന്ന് പറയുന്ന ലൈൻ ബി സിക്ക് പാരലൽ ആവുള്ളൂ. അപ്പൊ എന്ത് വേണം? ഇവിടെ നമുക്ക് എന്താവണം? എ പി ബൈ പി ബി എന്നുള്ളത് എ ക്യു ബൈ ക്യു സി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം, അല്ലേ? അതിനുവേണ്ടി നമുക്ക് എ പി ബൈ പി ബി എത്രയാണെന്ന് നോക്കാം. എ പി ബൈ പി ബി എത്രയാണ്? എ പി എത്രയാണ്? 4 സെന്റിമീറ്റർ. 4. പി ബി എത്രയാണ്? 12 സെന്റിമീറ്റർ, അല്ലേ? 12. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എത്ര കിട്ടും? 1/3. എ പി ബൈ പി ബി 1/3 എന്ന് കിട്ടി. ഇനി നമുക്ക് എ ക്യു ബൈ ക്യു സി നോക്കിയാലോ. എ ക്യു ബൈ ക്യു സി എത്രയാണ്? എ ക്യു എത്രയാണ്? 3 സെന്റിമീറ്റർ. ക്യു സി എത്രയാണ്? 9 സെന്റിമീറ്റർ. ഇത് എത്രയാണ്? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 1/3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി എന്ന് കിട്ടി. നമുക്കവിടെ കിട്ടിയില്ലേ? എ ക്യു ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി എന്ന് കിട്ടി. ഇതാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? therefore ബി സി പാരലൽ ടു പി ക്യു. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് പി ക്യൂയും ബി സിയും പാരലാണ് നമുക്ക് കിട്ടിയില്ലേ? ഓക്കെ, അതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട കണ്ടീഷൻ ഒന്ന് തിരിച്ചു പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. എ ലൈൻ വിച്ച് ഡിവൈഡ്സ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. അതായത് ഒരു ട്രയാങ്കിളിലെ ഒരു ലൈന് ഇതിന് എ ബി സി എന്ന് കൊടുത്തു, ലൈന് പി ക്യു എന്നും കൊടുത്തു. ഈ ട്രയാങ്കിളിന്റെ ഒരു ലൈനാണ് പി ക്യു. ഈ പി ക്യു എ ബിയെയും ബി സിയെയും ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ബി സിയും പി ക്യുവും പാരലായിരിക്കും. മനസ്സിലായില്ലേ? അതായത് എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി ആണെന്നുണ്ടെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ്? പി ക്യു പാരലൽ ടു ബി സി ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് ഇനി വേറൊരു കേസ് നമ്മൾ എടുക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ട്രയാങ്കിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ അതിന്റെ ബാക്കി രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു പഠിച്ചു. പിന്നെ രണ്ടാമത് പഠിച്ചെന്നാ? ഒരു ട്രയാങ്കിളിനുള്ളിലെ ഒരു ലൈൻ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനെ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലാണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇനി അടുത്ത് നോക്കാം. ഇവിടെ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? പിയും ക്യൂവും മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി. അതായത് എ ബിയുടെയും എ സിയുടെയും മിഡ് പോയിന്റ് ആണ് പിയും ക്യൂവും. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് പി ക്യു. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ചേ. എന്താണ് നമ്മൾ തന്നിരിക്കുന്നത്? എന്തൊക്കെ നമുക്കറിയാം? ഈ പടത്തിൽ നോക്കി എന്തൊക്കെ നമുക്കറിയാം? ബി സി 10 സെന്റിമീറ്റർ ആണ് ഈ പടത്തിൽ തന്നിട്ടുണ്ട്, അല്ലെ? ഈ ഫിഗറിനകത്ത് തന്നിട്ടുണ്ട് ബി സി 10 സെന്റിമീറ്റർ ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി, എ ക്യൂവിന്റെ മിഡ് പോയിന്റ്, എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഈ പിയും ക്യൂവും മിഡ് പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റ് ആണല്ലോ. അപ്പം എ പിയും പി ബിയും ഈക്വൽ ആയിരിക്കും അല്ലേ? അല്ലേ? പി ഒരു മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇഫ് പി ഈസ് എ മിഡ് പോയിന്റ് ഓഫ് എ ബി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈക്വല്? എ പിയും പി ബിയും ഈക്വൽ അല്ലേ? അതെ, കാര്യം പി ഒരു മിഡ് പോയിന്റ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? എ പി ബൈ പി ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/1. അതായത് 1:1 ആയിരിക്കും അവ തമ്മിലുള്ള റേഷ്യോ അല്ലേ? എ പി ബൈ പി ബി എന്ന് പറയുന്നത് 1:1 ആയിരിക്കും അതിന്റെ റേഷ്യോ. അതേപോലെ തന്നെ ക്യൂ ഒരു മിഡ് പോയിന്റ്, എ സി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്നുണ്ടെങ്കിൽ, ക്യൂ മിഡ് പോയിന്റ് ഓഫ് എ സി ആണെന്നുണ്ടെങ്കിൽ എ ക്യൂവും ക്യൂ സിയും സെയിം ആയിരിക്കും അല്ലേ? അതെ. അപ്പം എ ക്യൂ ബൈ ക്യൂ സി, ആ റേഷ്യോ, അതായത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എ സിയെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും? എ ക്യൂ ബൈ ക്യൂ സി 1/1, അതായത് 1:1 തന്നെയായിരിക്കും അല്ലേ? 1:1. അപ്പം ഈ രണ്ട് റേഷ്യോയും സെയിം ആണ്. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് എ ബിയെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എ സിയെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് അറിയാം? പി ക്യൂവും ബി സിയും എന്താണ്? പാരലൽ ആണ്. അതല്ലേ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചേ? ഇതിൽ നമുക്ക് എന്ത് എഴുതാം? പി ക്യൂ പാരലൽ ടു ബി സി എന്ന് എഴുതാം. പി ക്യൂവും ബി സിയും പാരലൽ എന്നറിയാമല്ലേ? മനസ്സിലായില്ലേ ഇതിനകത്ത്? പി ക്യൂ പാരലൽ ടു, ഇതെങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച രണ്ട് പ്രോപ്പർട്ടികൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് അല്ലേ? അതായത് ഒരു പോയിന്റ്, ഒരു ലൈന് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ആ ലൈൻ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ലൈനിന് പാരലൽ. ഇവിടെ ആ ലൈൻ ഏതാണ്? ആ ലൈൻ പി ക്യൂ ആണ്. പി ക്യൂ എന്ന് പറയുന്ന ലൈന് എ ബിയെയും എ സിയെയും ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ 1:1, ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പി ക്യൂ എന്ന് പറയുന്ന ലൈൻ ബി സിക്ക് പാരലൽ. ഓക്കെ, ഇനി ഞാൻ അത് ചെറിയൊരു കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. ഇതാണ് ഞാൻ നടത്തിയ കൺസ്ട്രക്ഷൻ. എന്താണ്? ഈ പിയിൽ നിന്ന് ബി സി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആയ ആറിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. അതേപോലെ തന്നെ ക്യൂവിൽ നിന്ന് ഇവിടെ നമുക്ക് നോക്കാം. ഇനി ഞാൻ ഇതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. അതായത് പിയിൽ നിന്ന് ഈ ബി സി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ഞാൻ ഇവിടെ ഒരു 6 എടുക്കുകയാണ്. 6. ഈ പിയിൽ നിന്ന് ഞാൻ ആ 6ലേക്ക് ഒരു ലൈൻ വരച്ചു. അതേപോലെ തന്നെ ക്യൂവിൽ നിന്ന്, ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി സിയുടെ മിഡ് പോയിന്റ് ആയ 6ലേക്ക് ഞാൻ ഒരു ലൈനും കൂടെ വരയ്ക്കുന്നു. ഇത് കറക്റ്റ് അല്ല, കറക്റ്റ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്ക് ഓർത്താൽ മതി. അതായത് ക്യൂവിൽ നിന്ന് 6ലേക്ക് ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പം നടത്തിയ കൺസ്ട്രക്ഷൻ. ആ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് പി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, ക്യൂ എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്. പി ക്യൂ പാരലൽ ടു ബി സി ആണ്, അത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 6 എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. ഇനി ഇതിനകത്ത് നിന്ന് കൺസിഡർ ഈ പി ക്യൂ ആർ ബി. ഈ പി ക്യൂ ആർ ബി ഈ രൂപത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇതൊരു പാരലോഗ്രാം ആണ് അല്ലെ? പി ക്യു ആർ ബി ഒരു പാരലോഗ്രാം അല്ലേ? അതെ, പി ക്യു ആർ ബി ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ പ്രത്യേകതയാണ്. അപ്പൊ കൺസിഡർ ദ പാരലോഗ്രാം. ഏതാണ്? പി ക്യു ആർ ബി. പി ക്യു ആർ ബി എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആണ്. അപ്പൊ പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചില്ലാണ്. നമ്മൾ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സിൽ പഠിച്ച് ഓർക്കുന്നുണ്ടോ? എന്താണ് പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി? എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതാ? ഇവിടെ പി ക്യൂവും ഈ ബി ആറും ഈക്വൽ ആയിരിക്കും അല്ലേ? പി ക്യൂ ഈസ് ഈക്വൽ ടു ബി ആർ അല്ലേ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി വെച്ച്? അതെ, ഞാൻ ഈ പി ക്യൂവിന് ഞാൻ തൽക്കാലം എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്യുകയാണ്. ഇഫ് പി ക്യൂ ഈസ് ഈക്വൽ ടു എക്സ്, അങ്ങനെയാണെങ്കിൽ ബി ആർ എത്രയാവും? ബി ആറും എക്സ് ആവും അല്ലേ? ഇംപ്ലൈസ് ബി ആർ ഈസ് ഈക്വൽ ടു എക്സ്. എന്തുകൊണ്ടാണ് ബി ആർ എക്സ് ആയത്? പാരലോഗ്രാം പി ക്യു ആർ ബിയിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് പി ക്യു എക്സ് ആയതുകൊണ്ടും ബി ആർ എക്സ് ആയിരിക്കും. ഓക്കെ,
ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്തേ. കൺസിഡർ ദ പാരലോഗ്രാം PQCR. PQCR എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്തേ. അതേതാണ്? PQCR. PQCRന്റെ പാരലോഗ്രാമില് എന്താണ്? PQ ഈസ് ഈക്വൽ ടു RC ആയിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാ? ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് PQX എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ RC എന്തായിരിക്കും? RCയും X ആയിരിക്കും. ഇംപ്ലൈസ് RC ഈസ് ഈക്വൽ ടു X. RC X ആയില്ലേ? അതെ, PQX ആയതുകൊണ്ട് RCയും X ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് BC എത്രയാണ് കിട്ടിയത്? therefore BC എന്ന് പറയുന്നത് എന്താണ്? ഈ താഴത്തെ ലൈൻ, താഴത്തെ വലിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, അത് എത്രയാണ്? BC എന്ന് പറയുന്നത് എന്താണ്? ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത്, അതായത് BR പ്ലസ് RC അല്ലേ BC? അതെ, BR പ്ലസ് RC ആണ് BC. ഇവിടെ BR എത്രയാന്ന് കിട്ടിയത്? BR നമുക്ക് X എന്ന് കിട്ടി. RC എത്രയാണ് കിട്ടിയത്? RC X ആണ്. അപ്പം BC എന്ന് പറയുന്നത് എന്താണ്? 2X. മനസ്സിലായോ? BC എത്രയാണ്? 2X. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം BC 10 സെന്റിമീറ്ററിന് ഇവിടെ തന്നിട്ടുണ്ട്. BC 10 സെന്റിമീറ്റർ ഫിഗറിൽ തന്നിട്ടില്ലേ? നമുക്കിവിടെ BC എത്രയാണെന്ന് കിട്ടിയത്? 2X എന്നാണ് കിട്ടിയത്. അപ്പം ഗിവൺ BC ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 2X ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ അല്ലേ? 2X അല്ലേ BC നമുക്ക് ഇവിടെ കിട്ടിയത്? 2X 10 സെന്റിമീറ്റർ ആണെങ്കിൽ X എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 10/2, 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? PQ ഈസ് ഈക്വൽ ടു X എന്ന് പറയുന്നത് PQ അല്ലേ? നമ്മളിവിടെ PQ ആണ് X എന്ന് എടുത്തേക്കുന്നത് അല്ലേ? PQ ഈസ് ഈക്വൽ ടു Xന്റെ വാല്യൂ. X എത്രയാണ്? 5 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. PQ 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. BC 10 സെന്റിമീറ്റർ ആണെങ്കിൽ PQ എത്രയായിരിക്കും? X സെന്റിമീറ്റർ അല്ല 5 സെന്റിമീറ്റർ. ഇപ്പം ക്ലിയർ ആയോ? എങ്ങനെ 5 സെന്റിമീറ്റർ എന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇതനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ AB-യുടെ മിഡ് പോയിന്റ് ആണ് P എങ്കിൽ, അതുപോലെ തന്നെ AQന്റെ മിഡ് പോയിന്റ് ആണ് Q. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ PQ പാരലൽ ടു BC ആയിരിക്കും. അത് നമ്മൾ ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ BCയുടെ പകുതി ആയിരിക്കും PQ അല്ലേ? BC ഈസ് ഈക്വൽ ടു PQ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC അല്ലേ? നമ്മൾ PQ X എന്ന് എടുത്തപ്പം BC എത്രയായിരുന്നു? 2X. BC 2X ആണെങ്കിൽ PQ എത്രയാണ്? X. X എന്ന് പറയുന്നത് എന്താ? 2Xന്റെ പകുതി അല്ലേ? അതെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? PQ ഈസ് ഈക്വൽ ടു ഹാഫ് BC എന്ന് കിട്ടി. മനസ്സിലായോ? PQ ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ BC 10 ആണെങ്കിൽ PQ എത്രയാണ്? 5 സെന്റിമീറ്റർ. BC 12 സെന്റിമീറ്റർ ആണെങ്കിലോ? ഇഫ് BC ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ, അങ്ങനെയാണെങ്കിൽ PQ എത്രയായിരിക്കും? 12/2. എത്രയാണ്? 6 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? എന്താണ്? The length of line joining the midpoint of two sides of a triangle is half the length of the third side. മനസ്സിലായോ? അതായത് ഒരു ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിളിന് ഞാൻ ABC എന്ന് പേര് കൊടുക്കുന്നു. ഈ AB-യുടെ മിഡ് പോയിന്റ് ആണ് P, അതുപോലെ തന്നെ AC-യുടെ മിഡ് പോയിന്റ് ആണ് Q. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? The length of the line joining the midpoint of two sides of a triangle is half the length of the third side. അപ്പം ഇങ്ങനൊരു AB-യുടെ മിഡ് പോയിന്റ് ആണ് P, AQന്റെ മിഡ് പോയിന്റ് ആണ് C എന്നുണ്ടെങ്കിൽ PQ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു BC ആയിരിക്കും. അല്ലെങ്കിൽ BC എന്ന് പറയുന്നത് 2 ഇൻറ്റു PQ ആയിരിക്കും. മനസ്സിലായോ? നമുക്ക് 3 പോയിന്റ് ഇവിടെ പഠിച്ചല്ലോ. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്നാമത്തേത് നമുക്ക് ആദ്യമേ ഇതൊന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ട്രയാങ്കിളിന്റെ AB-യുടെ മിഡ് പോയിന്റ് ആണ് P, AC-യുടെ മിഡ് പോയിന്റ് ആണ് Q. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ PQ എന്ന് പറയുന്നത് BCക്ക് പാരലൽ ആയിരിക്കും എന്ന് മാത്രമല്ല, അതായത് AB-യുടെ മിഡ് പോയിന്റ് ആണ് P എന്നുണ്ടെങ്കിൽ AB by PQ 1 ആയിരിക്കും, 1:1 ആയിരിക്കും.
എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്ന് പറയുന്നത്, എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ എന്നുണ്ടെങ്കിൽ എ ക്യൂ ബൈ ക്യൂ സി 1:1 ആയിരിക്കും. അപ്പൊ അത് ഒരേ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ്? എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി ആയിരിക്കും. പി ക്യൂ പാരലൽ ടു ബി സി ആയിരിക്കും. അതും കൂടാതെ പി ക്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് ബി സി ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ എന്തൊക്കെ നമ്മൾ 3 പോയിന്റ് പഠിച്ചല്ലോ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തേത് എന്താണ്? ഒരു ട്രയാങ്കിളില് ബി സിക്ക് ഇവിടെ എന്തൊക്കെയായിരുന്നു നമുക്ക് തന്നെ? ബി സി പാരലൽ ടു പി ക്യൂ ആണെന്നുണ്ടെങ്കിൽ, ബി സിക്ക് പാരലാണ് പി ക്യൂ എന്ന ലൈൻ ആണെങ്കിൽ, ബി സിക്ക് പാരലാണ് പി ക്യൂ എന്ന ലൈൻ എന്നുണ്ടെങ്കിൽ എന്താണ്? എ പി ബൈ പി ബി എന്ന് പറയുന്നതും എ ക്യൂ ബൈ ക്യൂ സി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതായത് ബി സിക്ക് ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ട്രയാങ്കിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ മറ്റു 2 സൈഡിനെയും ആ ലൈൻ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അടുത്തത് അതിനൊന്ന് തിരിച്ചിട്ടു. എന്താണ്? എ പി ബൈ പി ബിയും എ ക്യൂ ബൈ ക്യൂ സിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പി ക്യൂ പാരലൽ ടു ബി സി ആയിരിക്കും. അതായത് ട്രയാങ്കിളിന്റെ 2 സൈഡിനെ, ഇവിടെ ഏതാ സൈഡ്? എ ബിയും എ സിയും. ഈ എ ബി എന്ന് പറയുന്ന സൈഡിനെയും എ സി എന്ന് പറയുന്ന സൈഡിനെയും പി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈൻ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പി ക്യൂവും ആ ട്രയാങ്കിളിന്റെ 3ാമത്തെ സൈഡായ ബി സിയും പാരലായിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താണ് നമ്മൾ പഠിച്ചത്? പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ബിയും ക്യൂ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ സിയും ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എ പി ബൈ പി ബിയും എ ക്യൂ ബൈ ക്യൂ സിയും ഈക്വൽ ആയിരിക്കും അല്ലെ? എ പി ബൈ പി ബിയും എ ക്യൂ ബൈ ക്യൂ സിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബി സി പാരലൽ ടു പി ക്യൂ ആയിരിക്കും അല്ലെ? ബി സി പാരലൽ ടു പി ക്യൂ എന്ന് കണ്ടു. അതുകൂടാതെ പി ക്യൂ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി എന്ന് കണ്ടു. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ബി സി എക്സ് ആണെന്നുണ്ടെങ്കിൽ പി ക്യൂ എന്താണ്? പി ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 ആയിരിക്കും. പി ക്യൂ എക്സ് ബൈ 2 ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ച് ഒരു എക്സാമ്പിളിലോട്ട് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അതായത് ഈ എ ബി, ഈ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. പി ഈസ് എ പോയിന്റ് ഓൺ എ ബി. പി എ ബിയിലെ ഒരു പോയിന്റ് ആണ്. ദ ലൈൻ ഡ്രോൺ പാരലൽ ടു ബി സി ത്രൂ പി മീറ്റ്സ് എ സി അറ്റ് ക്യൂ. അതായത് ബി സിക്ക് പാരലായിട്ട് പിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നത് എ സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡിനെ ക്യൂവിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പി ക്യൂവും ബി സിയും പാരലാണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? The length of AP is double the length of PB. Length of AP എന്ന് പറയുന്നത് double the length of PB. PB ആണ് അല്ലെ? AP എന്ന് പറയുന്നത് PBയുടെ ഇരട്ടിയായിരിക്കും. അതുകൂടാതെ എന്താ തന്നിരിക്കുന്നത്? The length of AQ is 1 centimeter more than QC. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? What is the length of AC? ഈ ഫുൾ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? പി ക്യൂ പാരലൽ ടു ബി സി ആണ് തന്നിട്ടുണ്ട്. പി ക്യൂ പാരലൽ ടു ബി സി ആണെങ്കിൽ എന്താണ്? പി ക്യൂ പാരലൽ ടു ബി സി ആണെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? എ പി ബൈ പി ബിയും എ ക്യൂ ബൈ ക്യൂ സിയും സെയിം ആയിരിക്കും അല്ലേ? ആണോ? അതെ, ക്ലിയർ ആണോ? എ പി ബൈ പി ബിയും എ ക്യൂ ബൈ ക്യൂ സിയും ഈക്വൽ ആയിരിക്കും. ഇനി എന്താ തന്നിരിക്കുന്നത്? ദ ലെങ്ത് ഓഫ് എ പി ഈസ് ഡബിൾ ദ ലെങ്ത് ഓഫ് പി ബി. അപ്പൊ എ പി നമുക്ക് എന്താണെന്നറിയാം? 2 ഇൻറ്റു പി ബി ആണെന്നറിയാം അല്ലെ? അതല്ലേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ലെങ്ത് ഓഫ് എ പി ഈസ് ഡബിൾ ദ ലെങ്ത് ഓഫ് പി ബി. പി ബിയുടെ ഇരട്ടി ആയിരിക്കും എ പി. അപ്പൊ എ പി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പി ബി എന്ന് മനസ്സിലായി. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ AP/PB എന്താണ്? AP/PB എന്ന് പറയുന്നത് ഈ PB ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക, ലെഫ്റ്റ് സൈഡിലോട്ട്. അപ്പൊ എന്തോ AP/PB = 2 എന്ന് കിട്ടും അല്ലേ? 2 ആണ് എപ്പോഴും എൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ഒരു 1 കാണും, 2/1. അപ്പം AP/PB എന്ന് പറയുന്ന റേഷ്യോ എന്തായിരിക്കും? 2:1. AP/PB എന്ന് പറയുന്ന റേഷ്യോ 2:1 ആണ്. അപ്പൊ AP/PB 2:1 ആണെങ്കിൽ AQ/QCയും 2:1 തന്നെ ആയിരിക്കും അല്ലേ? അതെ, കാരണം എന്താണ്? PQ പാരലൽ ടു BC ആയതുകൊണ്ട് AP/PBയും AQ/QCയും ഈക്വൽ ആയിരിക്കും. അപ്പൊ AP/PB എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പൊ AQ/QC എന്ന് പറയുന്നതും 2:1 ആണ്. അപ്പം AP/PB എന്ന് പറയുന്നത് 2/1 ആണ്. അതുകൊണ്ട് AQ/QC എന്ന് പറയുന്നതും 2/1 ആണ്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? AQ ഈസ് 1 സെന്റിമീറ്റർ മോർ ദാൻ QC. ഈ QC ഞാൻ X എന്ന് എടുത്തു. അങ്ങനെയാണ് AQ എത്രയായിരിക്കും? X+1 അല്ലേ? ഈ QC ഞാൻ X എന്ന് എടുത്താൽ AQ എത്രയാണ്? X+1 അല്ലേ? അതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. ലെങ്ത് ഓഫ് AQ ഈസ് 1 സെന്റിമീറ്റർ മോർ ദാൻ QC. QC യേക്കാളും 1 സെന്റിമീറ്റർ കൂടുതലാണ് AQ. അപ്പൊ QC X ആണെങ്കിൽ AQ X+1. അപ്പൊ AQ/QC എന്താണ്? ഇംപ്ലൈസ് AQ എത്രയാണ്? X+1. X+1 ഡിവൈഡഡ് ബൈ QC എത്രയാണ്? X = 2/1. അതിൽ നിന്ന് നമുക്ക് X കണ്ടുപിടിക്കാലോ. അപ്പൊ ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × X+1 X+1 തന്നെ, 2 × X 2X. ഇനി ഞാൻ Xനെ ഒരു സൈഡിലോട്ട് ആക്കുന്നു. അപ്പം 2X - X = 1 ഇംപ്ലൈസ് X = 1. അപ്പൊ നമ്മുടെ Xന്റെ വാല്യൂ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ X 1 ആണ്. അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ? QC എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അപ്പം AQ എന്ന് പറയുന്നത് എന്താണ്? 1+1. 1+1 എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ് അല്ലേ? നമുക്കറിയാം, ഇവിടെ നമ്മൾ എടുത്ത് തന്നെ QC = X എന്നാണ് എടുത്തത്. അപ്പം Xന്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടി? 1 സെന്റിമീറ്റർ. അപ്പം 1 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതുപോലെ തന്നെ AQ എന്താകും? AQ = X+1 ആണ്. അപ്പൊ നമുക്കിവിടെ Xന് 1 എന്നാണ് കിട്ടിയത്. അപ്പം 1+1 = 2 സെന്റിമീറ്റർ. അപ്പൊ 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. AQയും QCയും കിട്ടി. ഇനി നമുക്ക് AC അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതെ. അപ്പൊ AC എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആഡ് ചെയ്യുന്നതാണ്? AC = AQ + QC ആണ് അല്ലേ? അതെ, AQ + QC അല്ലേ AC? അതെ. അപ്പൊ AQ എത്രയാണ് നമുക്ക് കിട്ടിയത്? 2 സെന്റിമീറ്റർ. QC എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 സെന്റിമീറ്റർ. അപ്പൊ 2 + 1 = 3 സെന്റിമീറ്റർ. അപ്പം AC എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് വേറൊരു കോൺസെപ്റ്റിലേക്ക് നടക്കാം. നമുക്ക് മീഡിയൻ എന്താണ്, സെൻട്രോയിഡ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിലെ ഒരു വെർട്ടെക്സിൽ നിന്ന്, ട്രയാങ്കിളിലെ ഈ വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, ഈ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, അതായത് ട്രയാങ്കിൾ, ഇവിടെ ഞാൻ ഒരു ട്രയാങ്കിൾ ABC എന്ന് കണ്ടു. ABCയുടെ Aയിൽ നിന്ന് BCയിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ എല്ലാ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ Bയിൽ നിന്ന് AC എന്ന് പറയുന്ന സൈഡിലേക്ക് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതേപോലെ തന്നെ Cയിൽ നിന്ന് AB എന്ന് പറയുന്ന ഒരു സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. നോക്കിയേ, ഈ 3 പെർപെൻഡിക്കുലറും വരച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? ഈ 3 പെർപെൻഡിക്കുലറും ഒരു ലൈനിൽ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു അല്ലേ? അതെ, ഈ 3 പെർപെൻഡിക്കുലർ ലൈനും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അത് നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും അടുത്തൊരു ട്രയാങ്കിൾ എടുക്കുന്നു. ഈ ട്രയാങ്കിളിൽ ഞാൻ ചെയ്യുന്നത് ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നത്. അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. അങ്ങനെ എല്ലാ വെർട്ടെക്സിൽ നിന്നും വരയ്ക്കുന്നു. നോക്കിയേ, ഇവിടെ ട്രയാങ്കിൾ ABC, Aയിൽ നിന്ന് BCയുടെ മിഡ് പോയിന്റ് ആയ Rലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. അത് പെർപെൻഡിക്കുലർ ആണെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ആകാതിരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഒന്നാമത്തെ കേസിൽ എന്താണ് ഞാൻ വരയ്ക്കുന്നത്? എല്ലാം പെർപെൻഡിക്കുലർ ആണ് വരയ്ക്കുന്നത് അല്ലേ? ഇവിടെയോ
ഇവിടെ ഞാൻ മിഡ് പോയിന്റിലേക്കാണ് വരയ്ക്കുന്നത്. അത് ചിലപ്പം വേണമെങ്കിൽ ചിലപ്പം പെർപെൻഡിക്കുലർ ആവാം, ചിലപ്പോൾ ആകാതിരിക്കാം. ഓക്കെ, അതിൽ നിന്ന് എയിൽ നിന്ന് ഞാൻ ബി സിയുടെ മിഡ് പോയിന്റ് ആയ ആറിലേക്ക് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. അതേപോലെ തന്നെ ബിയിൽ നിന്ന് ഞാൻ എ സിയുടെ മിഡ് പോയിന്റ് ആയ ക്യൂവിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അതേപോലെ തന്നെ സിയിൽ നിന്ന് എ ബിയുടെ മിഡ് പോയിന്റ് ആയ പിയിലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ എന്താണ് പ്രത്യേകത? മുകളിൽ കണ്ട അതേപോലെ തന്നെ എല്ലാ ലൈനും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, എല്ലാ ലൈനും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെൻട്രോയിഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചല്ലോ. ഈ എങ്ങനെ വരച്ചാലും ഈ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് മിഡ് പോയിന്റിലേക്ക് വരച്ചാലും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാലും എല്ലാം ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു, അല്ലേ എന്ന് നമ്മൾ കണ്ടില്ലേ? അപ്പൊ അതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ വെർട്ടീസസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. അതായത് ഒരു ട്രയാങ്കിളിലെ ഒരു വെർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന എല്ലാം അടുത്ത സൈഡിലേക്ക്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് എല്ലാം ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കണ്ടില്ലേ? ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ കേസ്, എയിൽ നിന്ന് ബി സിയുടെ മിഡ് പോയിന്റ് ആയ ആറിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അതേപോലെ തന്നെ ബിയിൽ നിന്ന് എ സിയുടെ മിഡ് പോയിന്റ് ആയ ക്യൂവിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. സിയിൽ നിന്ന് എ ബിയുടെ മിഡ് പോയിന്റ് ആയ പിയിലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ മൂന്ന് ലൈൻസും ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു. ആ പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രോയിഡ്. ഈ പാസ് ചെയ്യുന്ന ഈ പോയിന്റ് പറയുന്ന പേരാണ് സെൻട്രോയിഡ്. അതേപോലെ തന്നെ ഈ ലൈൻസിന് നമ്മൾ പറയുന്ന പേരെന്നാണ് മീഡിയൻ. മനസ്സിലായോ? ഓക്കെ, മീഡിയൻ എന്താണ്, സെൻട്രോയിഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അതായത് മീഡിയൻ is the line joining the vertices of a triangle to the midpoint of the opposite side. അത് ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈനാണ് മീഡിയൻ. അതുപോലെ തന്നെ ഈ മൂന്ന് സൈഡിന്റെയും മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്, ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മീഡിയൻ എന്താണെന്ന് മനസ്സിലായി, സെൻട്രോയിഡ് എന്താണെന്ന് മനസ്സിലായി. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി എന്താണ് നമ്മൾ പഠിക്കുന്നത്? മീഡിയന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ മീഡിയനും തന്നിട്ടുണ്ട്. ഈ ജി എന്ന് പറയുന്നത് അതിന്റെ സെൻട്രോയിഡ് ആണ്. ഓക്കെ, എന്താണ്? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ സെൻട്രോയിഡ് ജി തന്നിട്ടുണ്ട്, അതിന്റെ രണ്ട് മീഡിയനും തന്നിട്ടുണ്ട്. ഇ സി എന്ന് പറയുന്നതും ബി എഫ് എന്ന് പറയുന്നതും രണ്ട് മീഡിയനും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ സി ജിയും, ഈ സി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ എ ബിയിലെ മിഡ് പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന ഒരു ലൈനാണ് സി. അതിന്റെ സെൻട്രോയിഡ് ആണ് ജി. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട സി ജിയും ജിയും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് സി മുതൽ ജി വരെയും ജി മുതൽ ഇ വരെയുമുള്ള പോർഷന്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആദ്യമേ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സി മുതൽ ജി വരെയും ജി മുതൽ ഇ വരെയും ഉള്ള ആ പോർഷന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നെ ഈ വലിയൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ബി സി. ആദ്യമേ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ എന്താണ്? ഇയും എഫും എന്താണ്? ഇയും എഫും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്, അല്ലേ? ഇയും എഫും മിഡ് പോയിന്റ്സ് ആണ്. ഓക്കെ, കാര്യം സി എന്ന് പറയുന്നത് മീഡിയൻ ആണ്, ബി എഫ് എന്ന് പറയുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറയുന്ന മീഡിയൻ ഡെഫിനേഷൻ അനുസരിച്ച് ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ. അപ്പം ഇയും എഫും മിഡ് പോയിന്റ്സ് ആണ്, അല്ലേ? ഇനി എന്നാൽ ഇതിനകത്ത് ഇ എഫ് എന്ന് പറയുന്ന ലൈൻ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഈ ഇ എഫ് ഞാൻ ജോയിൻ ചെയ്തു.
ഇ എഫ് ജോയിൻ ചെയ്താൽ എന്താണ് നമുക്ക് ഏറ്റവും ആദ്യമേ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് ഇ എഫും ബി സിയും എന്തായിരിക്കും? ഇ എഫ് പാരലൽ ടു ബി സി ആയിരിക്കും അല്ലേ? അതുകൂടാതെ എന്താണ്? ബി എഫ് ബി സിക്ക് പാരലാണ്. അതുകൂടാതെ എന്താണ്? ഇ എഫ് ബി സിയുടെ പകുതി ആയിരിക്കും അല്ലേ? അത് നമ്മൾ പഠിച്ചല്ലേ? ഇ എഫ് ഈസിക്കൽ ടു ഹാഫ് ബി സി നമ്മൾ പഠിച്ചില്ലേ? ഇ എഫ് ബി സിയുടെ പകുതി ആയിരിക്കും. ഇ എഫും ബി സിയും പാരലും ആയിരിക്കും. ഇതിനെ നമുക്ക് 1 എന്ന് എടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ആ വലിയ ട്രയാങ്കിൾ അങ്ങ് വിട്ടാരെ. നമുക്ക് വലിയ ട്രയാങ്കിൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇ എഫും ബി സിയും പാരലാണ്. അതുകൂടാതെ ഇ എഫ് എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണെന്നും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ട്രയാങ്കിൾ ജി ബി സി, ഈ ചെറിയൊരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ജി ബി സി, ട്രയാങ്കിൾ ജി ബി സി, ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. ഇനി ഞാൻ ഈ ബി ജി എന്ന് പറയുന്ന സൈഡിന്റെ ജി സി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റ് എടുക്കുകയാണ്. ഇപ്പൊ ജി ബിയുടെ മിഡ് പോയിന്റ് ഞാൻ അതിനെ എച്ച് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ ജി സിയുടെ മിഡ് പോയിന്റ് അതിനെ ഞാൻ ഐ ആയിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഇത് തമ്മിൽ ജോയിൻ ചെയ്തതാണ്. എച്ചും ഐയും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഞാൻ വരച്ചപ്പോൾ മാറിപ്പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ്? ട്രയാങ്കിൾ ബി ജി സിയില് ബി ജിയുടെ മിഡ് പോയിന്റ് എച്ച് ആയിട്ട് എടുത്തു, ജി സിയുടെ മിഡ് പോയിന്റ് ഐ ആയിട്ട് എടുത്തു. അവ തമ്മിൽ ഞാനൊരു ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താണ്? എച്ച് ഐ എന്ന് പറയുന്നത് ബി സിക്ക് പാരലാണ്. കാരണം എന്താണ്? ഈ എച്ചും ഐയും മിഡ് പോയിന്റ്സ് ആണ് അല്ലേ? എച്ചും ഐയും മിഡ് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് എച്ച് ഐ പാരലൽ ടു ബി സി ആണ്. അതുകൂടാതെ എച്ച് ഐ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ബി സി ആണ് അല്ലേ? ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. എച്ച് ഐ എന്ന് പറയുന്നത് ഹാഫ് ബി സി അല്ലേ? അതെ. കാര്യം എന്താണ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് അല്ലേ? എച്ച് ഐ എന്ന് പറയുന്നത് എച്ചും ഐയും അതിന്റെ രണ്ട് സൈഡ്, ഒരു ട്രയാങ്കിളിന്റെ സൈഡിന്റെ മിഡ് പോയിന്റ്സ് ആണ്. ആ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന് ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡായി ബി സിക്ക് പാരലാണെന്ന് മാത്രമല്ല, ആ എച്ച് ഐ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി സി ആയിരിക്കും. ബി സിയുടെ പകുതി ആയിരിക്കും എച്ച് ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇക്വേഷൻ നമ്പർ 1ന്റെയും 2ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ. ഹാഫ് ഇൻറ്റു ബി സി, ഹാഫ് ഇൻറ്റു ബി സി. അപ്പൊ ഇ എഫ് എച്ച് ഐയും ഈക്വൽ അല്ലേ? ഫ്രം ഇക്വേഷൻ 1 and 2, നമുക്ക് എന്തെഴുതാം? ഇ എഫും എച്ച് ഐയും ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ? അതെ, ഇ എഫ് എച്ച് ഐയും ഈക്വൽ ആണെന്ന് മാത്രമാണോ എഴുതാൻ പറ്റുന്നത്? അല്ല. ഇ എഫ് ബി സിക്ക് പാരലാണ്, എച്ച് ഐയും ബി സിക്ക് പാരലാണ്. രണ്ടും ബി സിക്ക് പാരലാണെങ്കിൽ ഇ എഫ് എച്ച് ഐയും പരസ്പരം പാരലായിരിക്കുമല്ലേ? പാരലൈൻസ് ആയിരിക്കുമല്ലേ? അതെ. അപ്പം ഇ എഫ് പാരലൽ ടു എച്ച് ഐ എന്ന് കിട്ടി അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടിയത്? ഇ എഫും എച്ച് ഐയും ഈക്വൽ ആണെന്ന് കിട്ടി. ഇ എഫ് പാരലൽ ടു എച്ച് ഐ എന്നും കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഈ ട്രയാങ്കിളില് ഈ എച്ചും ഇയും തമ്മിൽ ജോയിൻ ചെയ്യുവാണ്. എച്ചും ഇയും തമ്മിൽ ജോയിൻ ചെയ്തു. ഇ എഫും ഐയും തമ്മിൽ ജോയിൻ ചെയ്തു. എച്ചും ഇയും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു. എഫും ഐയും തമ്മിൽ ജോയിൻ ചെയ്തു. ഇനി നോക്കിയേ, ഇനി ഇ എഫ് എച്ച് ഐ എന്ന് പറയുന്നത് ഒന്ന് കൺസിഡർ ചെയ്യേ. ഇ എഫ് ഐ എച്ച്, എന്ന് പറയുന്ന ആ ഷേപ്പ് ഒന്ന് കൺസിഡർ ചെയ്തേ. ഇവിടെ എന്താണ്? ഇ എഫ് ഈസിക്കൽ ടു എച്ച് ഐ നമുക്കറിയാം. കൺസിഡർ ഇ എഫ് ഐ എച്ച്. ഇ എഫ് ഐ എച്ച് എന്ന് പറഞ്ഞ ഷേപ്പ് എടുത്തേ. നമുക്ക് എന്തറിയാം? ഇ എഫ് ഈസിക്കൽ ടു എച്ച് ഐ നമ്മൾ കണ്ടുപിടിച്ചു. ഇ എഫും എച്ച് ഐയും ഈക്വൽ ആണ് അല്ലേ? അതുപോലെ തന്നെ ഇ എഫും എച്ച് ഐയും പാരലും കൂടെ അല്ലേ? അതെ. അപ്പൊ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അങ്ങനെയാണെങ്കിൽ ഇ എഫ് ഐ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? therefore ഇ എഫ് ഐ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരലോഗ്രാം ആണ് അല്ലേ? പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ആണ്. അതൊരു പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി അല്ലേ? അതെ. അപ്പം ഇ എഫ് ഐ എച്ച് എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആണ്. ക്ലിയർ ആയോ? ഇ എഫ് ഐ എച്ച് എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാം ആണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ക്ലിയർ ആയോ? അതെ. എങ്ങനെയാണ്? ഇ എഫ് ഈസിക്വൽ ടു എച്ച് ഐ എന്ന് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇ എഫും എച്ച് ഐയും
പാരലൽ ആണെന്നും ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും എന്ന് പറയുന്നത് ഏതിന്റെ പ്രോപ്പർട്ടിയാണ്? അത് പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ EFIH എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആണ്. അപ്പോൾ പാരലോഗ്രാമിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? പാരലോഗ്രാമിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത എന്താണ്? ഡയഗണൽസ് ബൈസെക്സ് ഈച്ച് അതർ അല്ലേ? പാരലോഗ്രാമിലെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമെന്ന് പഠിച്ചു. അതായത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ മുതൽ ജി വരെയുള്ള ലെങ്തും ജി മുതൽ ഐ വരെയുള്ള ലെങ്തും ഈക്വൽ ആണ്. ഈ ലെങ്തും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ലെങ്തും എച്ച് മുതൽ ജി വരെയുള്ളതും ജി മുതൽ എഫ് വരെയുള്ള ലെങ്തും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെയാണ്? EFIH എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഡയഗണൽസ് ബൈസെക്സ് ഈച്ച് അതർ അല്ലേ? അപ്പൊ ഞാൻ ഇതിനകത്ത് HG ഈ പോയിന്റിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. HG എക്സ് ആണെങ്കിൽ GF എത്രയായിരിക്കും? GFും എക്സ് തന്നെയായിരിക്കും അല്ലേ? HG എക്സ് ആണെങ്കിൽ GFും എക്സ് ആയിരിക്കും. ഞാൻ ഇഫ് HG ഈസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എന്താണ്? GFും എക്സ് തന്നെയായിരിക്കും. കാര്യം എന്താണ്? അത് ഒരു EFIH എന്ന് പറയുന്ന ഒരു പാരലോഗ്രാമിന്റെ ഡയഗണലാണ് അല്ലേ? ഇനി എന്ന് നോക്കിയേ, ട്രയാങ്കിൾ BGCയിൽ H എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് BG അല്ലേ? BG ആണ്. അതായത് H എന്ന് പറയുന്നത് BGയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പം BH എന്ന് പറയുന്നതും HG എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പം BH ഈസ് ഈക്വൽ ടു HG. നമുക്കിവിടെ HG എത്രയാണ് കിട്ടിയത്? എക്സ്. അപ്പൊ HG എക്സ് ആണെങ്കിൽ BH എത്രയായിരിക്കും? BHും എക്സ് ആയിരിക്കും. അപ്പം BH എന്ന് പറയുന്ന ഈ ലെങ്തും എക്സ് ആണ്. ഓക്കെ, BHും എക്സ് ആണ്. അപ്പൊ നമുക്ക് BG എന്താണ് അന്നേരം? BG എത്രയാ കിട്ടിയത്? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ബിയിൽ നിന്ന് BGയും GFും തമ്മിലുള്ള റേഷ്യോ, അതുപോലെ തന്നെ CGയും Gയും തമ്മിലുള്ള റേഷ്യോ. നമുക്ക് ആദ്യം BGയും GFും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാം. നമുക്ക് BH എക്സ് കിട്ടി, HG എക്സ് കിട്ടി, GF എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ BG എന്താണ്? BG ഈസ് ഈക്വൽ ടു BH പ്ലസ് HG അല്ലേ? BG. അതെ, BH എത്രയാണ്? എക്സ്. HG എത്രയാണ്? HGയും എക്സ്. അപ്പൊ BG എത്രയാണ്? 2x. അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടിയില്ലേ? BG 2x എന്ന് കിട്ടി. GF എത്രയാണ്? എക്സ് എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ BG ഈസ് ടു GF എന്താണ്? 2x ഈസ് ടു എക്സ്. അതായത് 2:1. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഞാൻ ഒന്നുകൂടെ പടം ഒന്ന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്? CGയും Gയും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് EG എന്ന് പറയുന്നതിന് ഞാൻ y ആണെങ്കിൽ, ഇതിനെ ഞാൻ y ആയിട്ട് എടുക്കുകയാണെങ്കിൽ GI എന്തായിരിക്കും? GI എന്ന് പറയുന്നത് എന്തായിരിക്കും? y തന്നെയായിരിക്കും. GIയും y തന്നെയായിരിക്കും. കാരണം എന്താണ്? EFIH എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ബൈസെക്സ് ഈച്ച് അതർ ആണ്. അതുകൊണ്ട് EG ഈസ് ഈക്വൽ ടു GI ആയിരിക്കും. EGയും GIയും ഈക്വൽ ആയിരിക്കും. അപ്പം EG y എന്ന് എടുക്കുകയാണെങ്കിൽ GI എത്രയാണ്? GIയും y ആയിരിക്കും. അതേപോലെ തന്നെ ഇനി ട്രയാങ്കിൾ GBC കൺസിഡർ ചെയ്തേ. I എന്ന് പറയുന്നത് എന്താണ്? I എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എന്താണ്? GC ആണ്. അപ്പം GIയും ICയും ഈക്വൽ ആയിരിക്കും. Therefore GI ഈസ് ഈക്വൽ ടു IC. നമുക്ക് GI എന്താണ്? Y എന്ന് നമുക്കറിയാം. അപ്പൊ IC എന്താണ്? ICയും Y ആയിരിക്കും. ICയും Y ആയിരിക്കും. ഇനി GC കണ്ടുപിടിക്കാം. നമുക്ക് GC കണ്ടുപിടിക്കണം. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് റേഷ്യോ ഓഫ് GC ഈസ് ടു GE, ഈ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് GI y എന്ന് കിട്ടി, ICയും y എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ GC എത്രയായിരിക്കും? GC ഈസ് ഈക്വൽ ടു GI പ്ലസ് IC അല്ലേ? GI എത്രയാണ്? Y. IC എത്രയാണ്? Y. അപ്പം GC എത്രയാണ്? 2y. അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടിയില്ലേ? GC ഈസ് ടു G എന്ന് പറയുന്ന റേഷ്യോ എത്രയാണ്? GC നമുക്കറിയാം 2y. GE എത്രയാണ്? GY എന്ന് നമുക്കറിയാം. അപ്പം 2y ഈസ് ടു y, അതായത് 2:1.
റേഷ്യോ കിട്ടിയില്ലേ? 2:1 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ മീഡിയൻസ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. അത് നമ്മൾ പഠിച്ചു. എല്ലാ മീഡിയനും ഒരു സിംഗിൾ പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് പോയിന്റ് ഡിവൈഡ്സ് ഈച്ച് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1 മെഷർ ഫ്രം ദ വെർട്ടെക്സ്. മനസ്സിലായോ? അതെ, അതായത് എല്ലാ മീഡിയനും ഒരു സിംഗിൾ പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ആ പോയിന്റ് അതിന്റെ എല്ലാ മീഡിയനെയും 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതല്ല നമ്മളിവിടെ കണ്ടത്. ഈ ജി എന്ന് പറയുന്ന ആ ഇന്റർസെക്ഷൻ പോയിന്റ് ഈ സി എന്ന് പറയുന്ന മീഡിയനെ ഏത് റേഷ്യോ കട്ട് ചെയ്യുന്നു പഠിച്ചു? 2:1 കട്ട് ചെയ്യുന്നു പഠിച്ചു. അത് തന്നെയല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ മീഡിയൻ ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് divides each median in the ratio 2:1. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു ലൈൻ, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആ ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് സൈഡിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അത് ട്രയാങ്കിളിനകത്തെ ലൈൻ ആണെങ്കിൽ, ഇനി ആ ലൈൻ ട്രയാങ്കിളിന് പുറത്താണെങ്കിലോ? അതായത് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ട്രയാങ്കിളിന് പുറത്തുള്ള ഒരു ലൈൻ ആ ട്രയാങ്കിളിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഇവിടെ ഞാൻ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ എ ബി സി. ആ എ ബി സിക്ക് പുറത്ത് ബി സി എന്ന് പറയുന്ന ലൈന് പാരലായിട്ട് ഒരു ലൈൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ലൈൻ ഈ ട്രയാങ്കിൾ എ ബി സിയെ ഏത് റേഷ്യോയെ കട്ട് ചെയ്യുമെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനു വേണ്ടി, അതായത് നമ്മളിപ്പോൾ പഠിച്ച തന്നെ ട്രയാങ്കിളിന് അകത്ത് ഒരു ലൈൻ, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ലൈൻ ട്രയാങ്കിളിന് പുറത്താണെങ്കിലോ? നമ്മളിവിടെ കണ്ടു, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. ഒരു ട്രയാങ്കിളിന് പുറത്തൊരു ബി സി എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട്, ബി സി എന്ന് പറയുന്ന സൈഡിന്, ട്രയാങ്കിളിലെ ബി സി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ട്രയാങ്കിളിന് പുറത്ത് വരച്ചിട്ടുണ്ട്. ഇനി ഞാനത് നോക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഈ എ ബി എന്ന് പറയുന്ന ഒരു സൈഡ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ എ സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡും എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, ഇത് മുകളിലത്തെ, അതായത് ലൈനെ കൂട്ടിമുട്ടുന്ന പോയിന്റുകളാണ് പിയും ക്യൂവും, അല്ലേ? പിയും ക്യൂവും. ഇനി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലായിരുന്നോ? ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ്? മൂന്ന് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള രണ്ട് ലൈൻ. ഈ ലൈനെ, ഈ പാരലൽ ലൈൻസ് ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമെന്ന് പഠിച്ചില്ലേ? അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചേ? മൂന്ന് പാരലൽ ലൈൻസ് ഉള്ള, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ളത് ഇതും 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 ഒരു റേഷ്യോ ഈക്വൽ ആണെന്ന് പഠിച്ചില്ലേ? ഈ ഒരു മൂന്ന് പാരലൽ ലൈനിന് ഇടയ്ക്കുള്ള ഒരു ലൈനെ ആ പാരലൽ ലൈൻസ് ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒരു പാരലൽ ലൈനും കൂടെ വരയ്ക്കുകയാണ്. ഈ എയിൽ കൂടി പാസ് ചെയ്യുന്ന, ഞാൻ ബി സിക്ക് പാരലായിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. എയിൽ കൂടി പാസ് ചെയ്യുന്ന ഇത് പാരലൽ ലൈൻ ആണെന്ന് നോക്കുക. ഞാൻ വരച്ചപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് വരച്ചു? ബി സിക്ക് പാരലായിട്ട് എയിൽ കൂടി പാസ് ചെയ്യുന്ന ഇ എഫ്, ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് ഇ എഫ്. അതായത് ബി സിക്ക് പാരലായിട്ട് ഇ എഫ് എന്ന് പറഞ്ഞ ഒരു ലൈൻ വരച്ചു. ആ ലൈൻ പാസ് ചെയ്യുന്നത് എയിൽ കൂടിയാണ്, അല്ലേ? അങ്ങനെയാണ് ഇവിടെ എന്താണ്? ബി സി പാരലൽ ടു പി ക്യു ആണ്, ഇ എഫ് പാരലൽ ടു ബി സി ആണ്, അല്ലേ? പി ക്യു എന്ന് പറയുന്നത് ബി സിക്ക് പാരലാണ്, അതുപോലെ തന്നെ ഇ എഫ് എന്ന് പറയുന്ന ലൈനും ബി സിക്ക് പാരലാണ്. അങ്ങനെയാണെങ്കിൽ എ സി ബൈ എ പി എന്ന് പറയുന്നതും എ സി ബൈ എ പി എന്ന് പറയുന്നതും എ ബി ബൈ എ ക്യു എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, അല്ലേ? എ ബി ബൈ എ ക്യു എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും, അല്ലേ? നമ്മൾ എന്താ പഠിച്ചേ? മൂന്ന് പാരലൽ ലൈൻസിനിടയ്ക്ക് വരുന്ന ലൈൻസിനെ ആ പാരലൽ ലൈന് സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമെന്ന് പഠിച്ചു, അല്ലേ? അപ്പൊ അതനുസരിച്ച് ഇവിടെ എങ്ങനെയാണ്? എ സി ബൈ എ പി ഈസ് ഈക്വൽ ടു എ ബി ബൈ എ ക്യു, അല്ലേ? അങ്ങനെ കിട്ടി. ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഒന്ന് ആഡ് ചെയ്യാൻ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ? ഇല്ല. അപ്പൊ ഞാൻ ഒന്ന് ആഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും? എ സി ബൈ എ പി പ്ലസ് 1 ഈസ് ഈക്വൽ ടു എ ബി ബൈ
AQ പ്ലസ് 1. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 1 ആഡ് ചെയ്താൽ ആ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അത് രണ്ടും ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ AC/AP + 1 ഈസ് ഈക്വൽ ടു AB/AQ + 1. ഇനി ഞാനിതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. എങ്ങനെയാണ് ഈ മണ്ണിനെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കിട്ടുന്നത്? AC + AP/AP ഈസ് ഈക്വൽ ടു AB + AQ/AQ. അപ്പോൾ ഇതെങ്ങനെ വരും? AC + AP എന്താണ്? AC + AP എന്ന് പറയുന്നത് അല്ലേ PC? ആ ഫുൾ ലൈൻ അത് അങ്ങനെയല്ലേ? ഇവിടെ മുതൽ ഇത് പ്ലസ് ഇത് എന്ന് പറയുന്നത് എന്താണ്? PC അല്ലേ? അതെ. അപ്പോൾ AC + APക്ക് നമ്മൾ PC എന്ന് കൊടുക്കുന്നു. PC/AP ഈസ് ഈക്വൽ ടു AB + AQ എന്താണ്? AB ഏതാണ്? ഇത് ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളതാണ് AB. AQ ഏതാണ്? ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത്. ഇത് രണ്ടും ആഡ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? BQ അല്ലേ കിട്ടുന്നത്? അതെ. അപ്പം BQ/AQ എന്ന് കിട്ടി. അതായത് PC/AP എന്ന് പറയുന്നതും BQ/AQ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്നെ തിരിച്ചിടും. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കാലും രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കാലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ? ഇല്ല. അപ്പം ഇതിൽ നമുക്ക് എന്ത് എഴുതാം? AP/PC ഈസ് ഈക്വൽ ടു AQ/BQ എന്ന് കിട്ടി അല്ലേ? അതായത് AP/PC ഈസ് ഈക്വൽ ടു AQ/QB അല്ലെങ്കിൽ BQ. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയല്ലോ ഏത് റേഷ്യോയിലാണ് ആ പുറത്തെ ലൈൻ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുന്നത് കിട്ടിയില്ലേ? അതെ, അതായത് ട്രയാങ്കിളിന് പുറത്തുള്ള ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ട്രയാങ്കിളിന് പുറത്തുള്ള ഒരു ലൈന് ആ ട്രയാങ്കിളിനെ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെ ചെയ്ത റേഷ്യോ AP/PC ഈസ് ഈക്വൽ ടു AQ/BQ എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇൻ ദ പിക്ചർ the perpendicular is drawn from the midpoint of the hypotenuse of a right triangle to the base. അപ്പോൾ ഇതെന്താണ്? ഇതൊരു മിഡ് പോയിന്റ് ആണ് അല്ലേ? ഞാൻ ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണ്. നമുക്ക് ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. ABC. ഈ വലിയ ട്രയാങ്കിളിന് ഞാൻ ABC എന്ന് പേര് കൊടുത്തു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ടു ദ ബേസ്. ഈ റൈറ്റ് ട്രയാങ്കിൾ ABCയുടെ ഹൈപ്പോട്ടനസിന്റെ മിഡ് പോയിന്റിൽ നിന്ന് താഴത്തെ ലൈൻ BCയിലേക്ക് ഒരു സൈഡ്, താഴത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് BCയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ആ മിഡ് പോയിന്റിന് ഞാൻ M എന്ന് പേര് കൊടുക്കുന്നു. M. അതുപോലെ തന്നെ ആ മിഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ BC എന്ന് പറയുന്ന സൈഡിനെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിന് ഞാൻ N എന്നും കൊടുക്കുന്നു. ഓക്കെ, പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് ദ ലാർജ് റൈറ്റ് ട്രയാങ്കിൾ. ഈ വലിയ റൈറ്റ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ്, അതായത് AC. തേർഡ് സൈഡല്ലേ AC? കാരണം ബാക്കി രണ്ട് സൈഡും തന്നിട്ടുണ്ട് അല്ലേ? കണ്ടുപിടിക്കണം. തേർഡ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതല്ല തന്നിരിക്കുന്നത്. കാരണം AB എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, BC ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AC ആണ്. പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആൻഡ് ദ ലെങ്ത് ഓഫ് ഓൾ 3 സൈഡ്സ് ഓഫ് ദ സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. ഈ ചെറിയ ട്രയാങ്കിൾ MBNന്റെ എല്ലാ സൈഡും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയാണ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാലോ? ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നമുക്കൊന്ന് എടുത്തെഴുതാം. നമുക്ക് ഈ ഫിഗറിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? AB എത്രയാണ് തന്നിട്ടുണ്ട്? AB എത്രയാണ്? AB ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അതുപോലെ തന്നെ BC എത്രയാണ്? BC ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 8 സെന്റിമീറ്റർ. അപ്പോൾ ഇനി വലിയ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്താൽ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഓഫ് ദ ലാർജ് റൈറ്റ് ട്രയാങ്കിൾ. ഇതിനകത്ത് നമുക്ക് AC ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾ ആണ്. നമുക്കിവിടെ പൈതഗോറസ് തിയറം നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ അറിയാം പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താണ്? AC² ഈസ് ഈക്വൽ ടു AB² മൈനസ്
ബി സി സ്ക്വയർഡ് അല്ലേ? ഹൈപ്പോട്ടനസ് സ്ക്വയർഡ് മൈനസ് ബേസ് സ്ക്വയർഡ് അല്ലേ? അതെ. അപ്പം നമുക്കറിയാം എന്താണ് എ ബി എത്രയാണ്? എ ബി 10 അല്ലേ? അപ്പം 10 സ്ക്വയർഡ് മൈനസ് ബി സി എത്രയാണ്? 8. അപ്പം 8 സ്ക്വയർഡ്. 10 സ്ക്വയർഡ് മൈനസ് 8 സ്ക്വയർഡ്. 10 സ്ക്വയർഡ് എത്രയാണ്? 10 സ്ക്വയർഡ് 100. 8 സ്ക്വയർഡ് എത്രയാണ്? 64. 100 മൈനസ് 64 എത്രയാണ്? 36 അല്ലേ? അപ്പം എ സി സ്ക്വയർഡ് 36 ആണ്. അപ്പം എ സി എത്രയാണ്? എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36. റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെന്റിമീറ്റർ. അപ്പൊ എ സി എത്രയാണ് ഇവിടെ കിട്ടിയത് നമുക്ക്? 6 സെന്റിമീറ്റർ. അപ്പൊ എ സി നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ? എ സി 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കുട്ടികൾ. 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒന്ന് മനപ്പാടമാക്കുക. കാര്യം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അത് എളുപ്പമായിരിക്കും. നമ്മുടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും സ്ക്വയർ റൂട്ടും കാണാതെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് വലിയ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് കിട്ടി. എ സി നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ദ ലെങ്ത് ഓഫ് ഓൾ 3 സൈഡ്സ് ഓഫ് ദ സ്മോൾ റൈറ്റ് ട്രയാങ്കിൾ. ഇനി ചെറിയ റൈറ്റ് ട്രയാങ്കിളിന്റെ ലെങ്ത് ആണ്, അതിന്റെ എല്ലാ സൈഡിന്റെയും ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ അറിയാം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കി. എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ഈ എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ് തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ മിഡ് പോയിന്റ് ആണെങ്കിൽ ബി എമ്മും എം എയും ഈക്വൽ ആയിരിക്കും അല്ലേ? അതെ, നമുക്ക് എഴുതാം. എം എന്ന് പറയുന്ന മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. അപ്പം എന്താണ്? ബി എം ഈസ് ഈക്വൽ ടു എം എ ആയിരിക്കും അല്ലേ? അപ്പം ബി എം ഈസ് ഈക്വൽ ടു എം എ ആയിരിക്കും. അപ്പം ബി എം എത്രയായിരിക്കും? 10/2. നമുക്ക് ബി എ അറിയാം, ബി എ 10 ആണ്. അപ്പം ബി എം എന്ന് പറയുന്നത് 10/2 ആയിരിക്കും. അത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ബി എം നമുക്ക് 5 സെന്റിമീറ്റർ, അതിന്റെ ഒരു സൈഡ് കിട്ടി. ഓക്കെ, 5 സെന്റിമീറ്റർ കിട്ടി. അതുപോലെ ഇവിടെ നോക്കിയേ, ഈ എം എൻ എന്ന് പറയുന്ന ആ ലൈന് എ സിക്ക് പാരലാണ് ആണോ? എം എൻ എന്ന് പറയുന്ന ലൈന് എ സിക്ക് പാരലാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ നോക്കി, ഇതിന്റെ ബി എം ബൈ എം എ എന്ന് പറയുന്നതും ബി എൻ ബൈ എൻ സി എന്ന് പറയുന്നതും സെയിം അല്ലേ? അതെ. അപ്പം എന്താണ്? എം എൻ പാരലൽ ടു എ സി ആയതുകൊണ്ട് ബി എം ബൈ എം എ ഈസ് ഈക്വൽ ടു ബി എൻ ബൈ എൻ സി ആയിരിക്കും. ഇനി ബി എം ബൈ എം എ എന്താണ്? ബി എം ബൈ എം എ, ബി എം എത്രയാണ്? 5 സെന്റിമീറ്റർ. എം എ എത്രയാണ്? എം എ 5 സെന്റിമീറ്റർ. അപ്പം 5/5. ബി എം ബൈ എം എ എത്രയാണ്? 1 അല്ലേ? അപ്പം ബി എൻ ബൈ എൻ സി എന്തായിരിക്കും? ബി എൻ ബൈ എൻ സി എന്ന് പറയുന്നതും ഇംപ്ലൈസ് ബി എൻ ബൈ എൻ സി എന്ന് പറയുന്നതും 1 ആയിരിക്കും. അതെങ്ങനെയാണ്? ഈ എം എൻ എന്ന് പറയുന്നത് എ സിയുടെ പാരലൽ ആയതുകൊണ്ട് ബി എം ബൈ എം എയും ബി എൻ ബൈ എൻ സിയും ഈക്വൽ ആണ്. അപ്പം ബി എം ബൈ എം എ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി എൻ ബൈ എൻ സി എന്ന് പറയുന്നതും 1 ആയിരിക്കും. അപ്പൊ ബി എൻ ബൈ എൻ സി 1 ആണെങ്കിൽ ബി എൻ എത്രയായിരിക്കും? therefore ബി എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 8/2 അല്ലെ? ബി എൻ എന്ന് പറയുന്നത് 8/2 എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ബി എൻ 4 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? അത് കഴിഞ്ഞാൽ ബി എൻ ബൈ എൻ സി 1 ആണ്. അപ്പം എൻ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ് അല്ലെ? മിഡ് പോയിന്റ് ആണ് കിട്ടി. ബി സിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എൻ. അപ്പം ബി സി 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബി എൻ എത്രയായിരിക്കും? 8ന്റെ പകുതി 4 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ബി എൻ 4 സെന്റിമീറ്റർ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ബി എൻ 4 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ നമുക്ക് ചെറിയ ട്രയാങ്കിളിലെ 2 സൈഡ് കിട്ടി, ബി എമ്മും കിട്ടി ബി എന്നും കിട്ടി. ഇനി എം എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എം എൻ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ചെറിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അറിയാം, ബി എം എത്രയാണ്? 5 സെന്റിമീറ്റർ. പിന്നെ എന്താണ് നമുക്ക് ചെറിയ ട്രയാങ്കിളിൽ അറിയാവുന്നത്? ബി എൻ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എം എൻ ആണ് നമുക്ക് അതിനകത്ത് ചെറിയ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എം എൻ എന്ന് പറയുന്ന സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ നമുക്ക് ആ ചെറിയ ട്രയാങ്കിളും നോക്കിയേ, ചെറിയ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ അല്ലേ? അതെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പൈതഗോറസ് തിയറം തന്നെ ഉപയോഗിക്കാം. അപ്പം നോക്കിയേ, പൈതഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ എന്താണ്? mn സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു bm സ്ക്വയർഡ് മൈനസ് bn സ്ക്വയർഡ് അല്ലേ? ആണോ? അതെ. അപ്പം പൈതഗോറസ് തിയറം അനുസരിച്ച് mn സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു bm സ്ക്വയർഡ് മൈനസ് bn സ്ക്വയർഡ് ആണോ? അതെ. bm സ്ക്വയർഡ് മൈനസ് bn സ്ക്വയർഡ്. അതെ. അപ്പോൾ ഇവിടെ bm എത്രയാണ്? bm നമുക്ക് 5 സെന്റിമീറ്റർ ആണ്. അപ്പം ഈസ് ഈക്വൽ ടു 5 സ്ക്വയർഡ് മൈനസ് 4 സ്ക്വയർഡ്. 5 സ്ക്വയർഡ് എത്രയാണ്? 25. 4 സ്ക്വയർഡ് എത്രയാണ്? 16. അപ്പോൾ 25 മൈനസ് 16 എത്രയാണ്? 9. അപ്പം mn സ്ക്വയർഡ് 9 എന്ന് കിട്ടി. അപ്പോൾ mn എത്രയാണ്? റൂട്ട് ഓഫ് 9. റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. ചെറിയ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും കിട്ടിയില്ലേ? ഈ mn എന്ന് പറയുന്നത് നമുക്ക് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്ന് റിവിഷൻ ചെയ്തേ. ഈ ക്ലാസ്സിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ലൈൻ ആ ട്രയാങ്കിളിന്റെ മറ്റു രണ്ട് സൈഡിനെയും ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? അതിനൊന്ന് നമ്മൾ തിരിച്ചിട്ടു. ഒരു ട്രയാങ്കിളിലെ ഒരു ലൈന് ആ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനെ ഒരേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും എന്നുണ്ടെങ്കിൽ ആ ലൈൻ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ലൈന് പാരലൽ ആയിരിക്കും എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? The length of the line joining the midpoints of two sides of a triangle is half the length of the third side. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ മൂന്നാമത്തെ സൈഡ് ലെങ്തിന്റെ പകുതി ആയിരിക്കും എന്ന് പഠിച്ചു ഇല്ലേ? പിന്നെന്താ നമ്മൾ പഠിച്ചത്? മീഡിയൻ എന്താന്ന് പഠിച്ചു, സെൻട്രോയിഡ് എന്താന്ന് പഠിച്ചു അല്ലേ? പിന്നെന്താണ് മീഡിയൻ സെൻട്രോയിഡ് എന്തെന്ന് പഠിച്ചു. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീഡിയൻ എല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ വെച്ചാൽ ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ വെർട്ടീസസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. അതാണ് സെൻട്രോയിഡ് അല്ലേ? അങ്ങനെയല്ല പഠിച്ചേ? ഒരു ട്രയാങ്കിളിലെ വെർട്ടീസിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് എല്ലാം ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്തു പോകും. ആ പോയിന്റ് ആണ് സെൻട്രോയിഡ്. ആ വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ. പഠിച്ചല്ലോ. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഇൻ എനി ട്രയാങ്കിൾ all the median intersect at a single point and that point divides each median in the ratio 2:1. അതായത് ഒരു പോയിന്റിൽ നിന്ന് എല്ലാ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണല്ലോ മീഡിയൻ. ആ മീഡിയൻ എല്ലാം ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റ് ആ മീഡിയനെ 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പഠിച്ചു അല്ലെ? അതുകൂടാതെ നമ്മൾ വേറെന്താണ് പഠിച്ചത്? ഒരു ട്രയാങ്കിളിന്റെ പുറത്തുള്ള ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായി ട്രയാങ്കിളിന് പുറത്തുള്ള ഒരു ലൈന് ആ ട്രയാങ്കിളിനെ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത് നല്ലപോലെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും സ്ക്വയർ റൂട്ടും കാണാതെ പഠിക്കുക. ഇനി നമുക്ക് വേറൊരു ക്ലാസ് കാണാം. താങ്ക് യു. Manorama Horizon, learning made simple.